ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാനേ ഇന്നൊരു വടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ വടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉഴുന്ന് 1/4 കിലോ ആണിത്. നന്നായിട്ട് കഴുകിയിട്ടും വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഒരു 3-3.5 മണിക്കൂർ ഇട്ടിട്ടുണ്ട്. ഞാനിത് വെളുപ്പിനെ എഴുന്നേറ്റിട്ടതാണ്. ഇപ്പോൾ മണി 8:30 ആവാൻ പോകണം. 5 മണി കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ എടുത്തിട്ടതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വടക്കുള്ളത് അടിച്ചെടുക്കാൻ പോവാണേ. മിക്സിയിലിട്ടാണ് ഞാൻ അടിക്കുന്നത് കേട്ടോ. 1/4 കിലോ അല്ലേ ഉള്ളൂ. ഇത് അടിച്ചിട്ട് തരാം. വെള്ളം ചേർക്കാതെ വേണം കേട്ടോ ഇത് അടിക്കാനായിട്ട്. ഒട്ടുമേ വെള്ളം ചേർക്കാൻ പാടില്ല. ഒന്ന് തളിച്ചാൽ മാത്രം മതി. കാരണം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. വെറുതെ ഒന്ന് അതെങ്ങനെയാണ് മിക്സി ഈ പതുക്കെ അടിച്ചെടുത്താൽ മതി. നമ്മൾ തേങ്ങ ചിരവുന്നത് പോലെ അടിക്കത്തില്ലേ, കൊത്തിയെടുത്തിട്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. തേങ്ങയൊക്കെ എനിക്ക് അരയ്ക്കാൻ മടിയാണെങ്കിൽ ഞാൻ അതിൻ്റെ കൊത്തു പോലെ എടുത്തിട്ട് മിക്സിയിലിട്ട് പതുക്കെ ഒന്ന് അടിച്ചെടുക്കും. അതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് അടിച്ചെടുക്കണം. വെള്ളം തളിച്ചാൽ മാത്രം മതി, ഒഴിക്കരുത്. ഞാനിത് ചെയ്തിട്ട് വരാം. അതെ, ഞാൻ ഒരു കാര്യം വിട്ടുപോയേ. ആ വെള്ളത്തിലുള്ള ഉഴുന്ന് രാവിലെ അല്ലേ, തിരക്കിലും വിട്ടുപോയി. രാവിലെ ആ വെള്ളത്തിൽ ഇട്ടിട്ട് അത് ഇതുപോലെ ഇങ്ങനെ പാത്രത്തിലൊന്ന് വാറ്റാൻ വെക്കണം കേട്ടോ. അതിൻ്റെ വെള്ളം നന്നായിട്ട് പോകണം. വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് വേണം. വറ്റി മീൻസ് വെള്ളം നന്നായിട്ട് കണ്ടോ. ഇപ്പോൾ ഇതേപോലെ ഞാൻ ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഇതിനകത്തേക്ക് എടുത്ത് വെച്ചേക്കുവാണ്. നന്നായിട്ട് വെള്ളം പോയി കഴിഞ്ഞിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനിത് വിട്ടുപോയി പറയാനായിട്ടേ. ഞാനതാണ് രണ്ടാമത് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇത് ഞാനിപ്പോൾ ഇത് മിക്സിയിലിട്ട് അടിക്കാൻ പോവാം. ഇതാ നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഉണ്ട്, ഇതേപോലെ വേണം, വെള്ളം ഒട്ടും ഇല്ലാതെ. കണ്ട, കുറച്ച് തളിച്ചാണ് അടിച്ചിരിക്കുന്നത്. ആ വെള്ളം തളിക്കുന്നത് മിക്സി ചൂടാവാതിരിക്കാനാണ്. ഞാനിതെല്ലാം ഒന്ന് പാത്രത്തിലേക്ക് എടുത്തിടട്ടെ കേട്ടോ. എന്നിട്ട് വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ ഇതേ നന്നായിട്ട് അടിച്ചെടുത്തിട്ടും ഞാനിത് ഈ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇടണം. ഇതിനകത്തേക്ക് ഇടാനുള്ളത് ഉള്ളി മീൻസ് സവോള അരിഞ്ഞത്, ചെറുതാക്കി അരിഞ്ഞതാണ്. പച്ചമുളക് വേണം, കുരുമുളക് വേണം, പിന്നെ വേപ്പില വേണം. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അതുവരെ ഞാനൊന്ന് മൂടി വയ്ക്കുവാണേ. ഞാൻ മാവ് നന്നായിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സമയം എടുത്തതാണ്. അപ്പോൾ വടക്ക് ഇതിനകത്തേക്ക് ഇടാനുള്ള ആവശ്യമായ സാധനം എന്ന് വെച്ചാൽ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. ഞാൻ ഇത്തിരി കൂടുതൽ എടുത്തതാണ്. ഇത് ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാളയുമാണ്. ഇതൊരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് ഇഞ്ചിയാണ്. ഒരു ഇത്രയും നീളമുള്ളൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഞാനത് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേപ്പില, 3-4 ഇല വേപ്പില. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായം. അപ്പോൾ ഈ മാവ് നന്നായിട്ട് ആട്ടി ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നോ, അത് ഇപ്പോൾ ഇതിനകത്തേക്ക് ഈ സാധനങ്ങളൊക്കെ ഇടാം. ഇതിനകത്തേക്ക് ഞാൻ ഇഞ്ചി ഇടുവാണേ. പിന്നെ പച്ചമുളക്, കുരുമുളക്, സവാള,
ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് കുഴച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ എടുത്തിരിക്കുന്നു. വേപ്പിലരിഞ്ഞ് വെച്ച്, പിന്നെ 1/4 ടീസ്പൂണ് കായം. ഇതെല്ലാം കൂടി ചേർത്തിട്ട്, കുരുമുളക് ഇത്ര ഇടണമെന്നില്ല കേട്ടോ, കുറച്ചിട്ടാൽ മതി. ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ടതാണ്. ഓക്കെ, അപ്പം ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് അടിച്ച് മിക്സ് ചെയ്യണേ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവും. ഇത് ഞാൻ നന്നായിട്ട് അടിച്ചടിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവും. ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് കേട്ടോ. ഉപ്പ് എപ്പോഴും നോക്കിയിട്ട് വേണേ. ഓക്കെ, ഉപ്പ് പാകമാണ്. ഇത് കറക്റ്റ് മാവ വേണ്ട. ഞാൻ ഒരു ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതൊരു തുള്ളി ഉണ്ട്, അത് പൊങ്ങിക്കിടക്കുവാണ്. അപ്പോൾ ഇത് കറക്റ്റാണ്. കറക്റ്റായിട്ട് ഞാൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് അപ്പം തന്നെ നമുക്ക് പൊരിക്കാം. ഞാൻ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് ഇടാം. കുറച്ച് വെള്ളം കയ്യിലൊന്ന് തൊട്ടിട്ട് ഇത് ചെറുതായിട്ട് ഈ അരികത്ത് കൂടി ഒന്ന് ഇത് നന്നായിട്ട് ഇട്ടിട്ട് നടുക്ക് വെച്ചിട്ടൊരു ചെറിയ ഹോളിട്ടിട്ട് എണ്ണയിലേക്ക് അതുപോലെ ഓരോന്നും കണ്ട. നമുക്കൊരു ഹോളുണ്ടാക്കിയിട്ട് നേരെ എണ്ണയിലേക്ക് അങ്ങനെ ഇത് ഞാൻ എല്ലാം ഒന്നും ഉണ്ടാക്കിയിട്ട് കാണിക്കാം. ഓക്കെ, കൈ ഒന്ന് നനയ്ക്കണം കേട്ടോ, പതുക്കെ. അത് നന്നായിട്ട് ഈ തള്ളവിരൽ വെച്ചിട്ടാണ് ഇടുന്നത്. ഇതേ വട എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നല്ല സോഫ്റ്റ് വടയാണ്. കണ്ടോ, സോഫ്റ്റ് വടയാണ്. ഇത് തേങ്ങാ ചമ്മന്തിയൊക്കെ കൂടെ കൂട്ടി കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റ്. ചമ്മന്തി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇത് ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂട്ടത്തിൽ
സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കല്ലേ പ്ലീസ്. എന്നാലേ എനിക്ക് ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരുവാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.